പൾസർ സുനി കോടതിയിൽ വരുന്നതാണ് എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു. 7.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം പൾസർ സുനിയെ ഇവിടുത്തെ ലോവർ കോടതി, ട്രയൽ കോടതി ജാമ്യത്തിൽ വിട്ടു. 2 ആൾ ജാമ്യക്കാരും 1,00,000 രൂപ ഡിപ്പോസിറ്റ്. അതൊക്കെ അപ്പം തന്നെ 1,00,000 രൂപ വെച്ചിട്ട് പൾസർ സുനി വെളിയിൽ ഇറങ്ങി. ഇപ്പം കോടതിയിലേക്കുള്ള വരവാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. വില കൂടിയ ഒരു കാറിലാണ് വരുന്നത്. കോടതി വന്ന് ഇപ്പം 8ാം പ്രതി ദിലീപിന്റെ ഒപ്പം 14 പ്രതികൾ കോടതിയിലെ ആ പ്രതികളിലെ നിൽക്കുന്ന ബോക്സിനകത്ത് കയറി നിൽക്കും. അവിടെ നിന്ന് പോലീസ് എസ്കോർട്ടിലായിരുന്നു ഇതുവരെ പൾസർ സുനിയെ കോടതി കൊണ്ടുവന്നിരുന്നത്. ഇപ്പം അതങ്ങ് മാറി. പുള്ളിയുടെ സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് അവിടെ വന്നിട്ട് കോടതിക്കകത്ത് ദിലീപിന്റെ ഒപ്പം മറ്റു പ്രതികളുടെ ഒപ്പം സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ വേഷഭൂഷാദികളിൽ വലിയ മാറ്റം. വരുന്നത് തന്നെ വില കൂടിയ ഒരു കാറ്. രണ്ടാമത് അദ്ദേഹം 7,000 രൂപയുടെ ഒരു ചെരുപ്പ് അതിട്ടിട്ടാണ് വരുന്നത്. കൂടെ ഇട്ടിരിക്കുന്ന ഷർട്ടിന് 4,000 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത്. വളരെ ആഡംബരപ്രിയനായി വലിയ വില കൂടിയ കാറിൽ കോടതിയിൽ ജാമ്യം നിൽക്കുന്ന ഈ വ്യക്തി വരുന്നത്. ഏതായാലും ഇന്റലിജൻസും മറ്റേതും സ്പെഷ്യൽ ബ്രാഞ്ചും ഇത്രയും പണം എങ്ങനെ കിട്ടി എന്നതിനെ പറ്റി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കുന്നില്ല. ഏതായാലും 7.5 വർഷം ഞാൻ ജയിലിൽ കിടന്ന് ആ കേസിൽ കൂടി വന്നാൽ 7 ലക്ഷം അല്ലെ 7.5 വർഷം ജയിലിൽ കിടന്നു. ആ കേസിൽ കൂടി വന്നാൽ 7 വർഷത്തേക്കുള്ള ശിക്ഷ ലഭിക്കില്ല. അതുകൊണ്ട് ധൈര്യസമേതം പൾസർ സുനിക്ക് കോടതി വരാം. 8ാം പ്രതി ദിലീപുണ്ട്, 14 പ്രതികൾ മൊത്തമുണ്ട്. ഇപ്പോൾ ഏകദേശം അതിനകത്ത് പ്രോസിക്യൂഷന്റെ സാക്ഷികളെല്ലാം വിസ്തരിച്ചു കഴിഞ്ഞു, പ്രതിഭാഗം സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു. ഇനി പ്രതികളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണ്. 313 സ്റ്റേറ്റ്മെന്റ്. പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിനകത്ത് 313 വകുപ്പ് പ്രകാരം ഓരോ പ്രതികളെയും കോടതിയുടെ മുമ്പിൽ വിളിപ്പിച്ച് അവർക്ക് ഇതുവരെ സാക്ഷികൾ കോടതിയിൽ എന്തൊക്കെ കാര്യം ഇവർക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ ഓരോന്നും ഈ പ്രതികളെ ചോദിക്കും. അതേപ്പറ്റി നിങ്ങളുടെ എന്ത് പറയാനുണ്ട്? ഇന്ന സാക്ഷി, ഇത്ര സാക്ഷി നിങ്ങൾക്കെതിരായിട്ട് ഇതുപോലെ കോടതി പറഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് അതേപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് മറുപടി പറയും. അത് കോടതി അവിടെ റെക്കോർഡ് ചെയ്യും. അങ്ങനെ 14 സാക്ഷികളെയും അവർക്കെതിരായിട്ട് കോടതി വന്നിരിക്കുന്ന പ്രോസിക്യൂഷൻ തെളിവുകൾ ഓരോന്നും കോടതി എടുത്തു ചോദിക്കും. അതിന് ഉത്തരം രേഖപ്പെടുത്തും. അത് ഇപ്പോഴത്തെ BNSS എന്ന് പറഞ്ഞ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അനുസരിച്ച് 351 അതിന്റെ വകുപ്പ്. പഴയ വകുപ്പ് 313 CRPC. അങ്ങനെ ഓരോ പ്രതികളുടെയും മൊഴികൾ രേഖപ്പെടുത്തിയ ശേഷം അതിനുശേഷം ആ സമയത്ത് എന്തെങ്കിലും പറയാനുണ്ട് കേസിനെ പറ്റിയോ മറ്റു പ്രതികളെ പറ്റിയോ, അല്ലെങ്കിൽ കുറ്റം ചെയ്ത് ഇന്ന ആൾക്കാരാണ്, ഞാൻ നിരപരാധിയാണ്, മറ്റേ ആളിൽ നിന്ന് അങ്ങനെയുള്ള വിവരങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഓരോരുത്തർക്കും പറയാൻ, അത് കോടതി പറയാം. ഞാൻ നിരപരാധിയാണ്, ആ വിവരവും പറയാം. പക്ഷെ ഇപ്പം എല്ലാവരുടെയും ഭയം പൾസർ സുനി എന്തു പറയും. പൾസർ സുനിക്ക് അതിനകത്ത് പറയാനായിട്ട് പ്രോസിക്യൂഷൻ അനുകൂലമായിട്ടും പറയാം, ദിലീപിനെതിരായിട്ടും പറയാം, ഏതു വിധത്തിൽ വേണേലും പറയാം. അതിനുള്ള സ്വാതന്ത്ര്യം പൾസർ സുനിക്കുണ്ട്. പൾസർ സുനി ഏതായാലും ജാമ്യത്തിൽ വന്നു കഴിഞ്ഞു, സ്വതന്ത്രമായ മനസ്സോട് നിൽക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് പൾസർ സുനി ഇപ്പം ഈ രൂപമാറ്റം പെട്ടെന്ന് വന്നിരിക്കുന്നത്? അദ്ദേഹം വില കൂടിയ കാർ ഉപയോഗിക്കുന്നു, വില കൂടിയ ഷൂ ഉപയോഗിക്കുന്നു, വില കൂടിയ ഷർട്ട് ഉപയോഗിക്കുന്നു, കൂളിംഗ് ഗ്ലാസ് വെച്ച് വരുന്നു. എല്ലാം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നു. ഈ സാമ്പത്തിക സ്രോതസ്, ഈ സാമ്പത്തികമായ ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? നേരത്തെ പൾസർ സുനിക്ക് സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലായിരുന്നു. പക്ഷെ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പം പണങ്ങൾ എങ്ങനെ മുടക്കുന്നു, ഏത് വഴിക്ക് വരുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും പണത്തിന്റെ സോഴ്സ് എവിടെ ആണെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ്. ഏത് ഭാഗത്തു നിന്ന് അത് വരുന്നു, ആരാണ് ഇദ്ദേഹത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഏതായാലും പോലീസ് രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും പൾസർ സുനി ഇപ്പം ടെൻഷനൊന്നുമില്ല, വളരെ സന്തോഷവാനാണ്, വളരെ ലക്ഷറി ആയിട്ടുള്ള ജീവിത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് ഇനി ശിക്ഷിച്ചാൽ തന്നെ 7 വർഷത്തേക്കുള്ളിൽ ശിക്ഷ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നിർബാധം കോടതിയിൽ നിന്ന് പൾസർ സുനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാം
എന്നാണ് ഞാൻ കരുതുന്നത്.